കിട്ടത്തിൻ. അതിജീവനത്തിന്റെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പ്രതീകമാണ് ഈസ്റ്റർ. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ജിയോ സിനിമയുടെ ഈസ്റ്റർ ആശംസകൾ. ഈ ഈസ്റ്റർ ദിനത്തിൽ ധോണിയും മഞ്ഞക്കുപ്പായക്കാരും ഋഷഭ് പന്തിന്റെ കോട്ടയിലേക്ക് എത്തുകയാണ്. മറുവശത്ത് അത്യുഗ്രമായ പ്രകടനം കഴിഞ്ഞിട്ട് SRH ഗുജറാത്തിന്റെ ശക്തമായ കോട്ടയിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. വെൽക്കം ടു കൂൾ മാച്ച് സെന്റർ ലൈവ്. ഞാൻ റീനു, എനിക്കൊപ്പമുണ്ട് റൈഫി ഗോമസും റോഹൻ പ്രേമും. റൈഫി, എന്ത് പ്രതീക്ഷകളാണ് ഇന്ന് ഗുജറാത്തിന്റെയും SRHന്റെയും മത്സരത്തിൽ നിന്ന് താങ്കൾക്കുള്ളത്? ഇന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് കുട്ടിയെ നമുക്കറിയാം. ഒരു ഹൈ സ്കോറിംഗ് ഗെയിമാണ്, ഒരുപാട് റെക്കോർഡുകൾ പിറന്ന മാച്ചാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഗുജറാത്തിനൊരു ആശ്വാസം എന്ന് പറയുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ കുറച്ചൊരു അഡ്വാൻറ്റേജ് എടുക്കാം, എങ്ങനെയും പിടിച്ച് കെട്ടാൻ നോക്കാം. പക്ഷേ കഴിഞ്ഞ മാച്ച് റെക്കോർഡ് മാച്ച് ആണെങ്കിലും നമ്മൾ പിച്ചിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് എന്ത് പിച്ചാണ് SRHനെ അവിടെ കാത്തിരിക്കുന്നതെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ടോസ് വലിയൊരു ഫാക്ടറാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു ഈസ്റ്റർ സൺഡേ ഒരു ഉഗ്രം മാച്ച് തന്നെയായിരിക്കും. ഒരു ഉഗ്രം മാച്ച് വേറൊരെണ്ണം കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. CSK വേഴ്സസ് DC. ഇതൊന്ന് രേണു, ഡൽഹി അല്പം പതറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ചെന്നൈ എക്സ്ട്രാ ഓണറായിട്ട് ചെയ്യുന്നു, ക്യാപ്റ്റൻസി കൊടുക്കുന്നു. ഒരു ഗംഭീര പ്രകടനം തന്നെയാണ് ഏകദേശം നമ്മൾ കണ്ടത്. കൂടാതെ ഒരു ഉഗ്രൻ ഒരു സൈഡ്, നല്ല രീതിയിലുള്ള കോമ്പിനേഷൻ എല്ലാം നോക്കാം. നമ്മൾ ബാറ്റിങ്ങും ബൗളിങ്ങും ഫീൽഡിങ്ങും എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നു. എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്ത ചില കഥകൾ ഞാൻ ഇന്നലെ ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നെ ഒഴിവാക്കി ഞാനില്ലാത്ത സമയത്ത് ഇവിടെ നടന്ന ചില സംഭവങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഒന്ന് സഞ്ചരിക്കുകയാണ്. ആരൊക്കെയത്, എന്തൊക്കെയത്? അജിൻ, ഞാൻ എന്തൊക്കെയാ കാണുന്നത്? എന്താ ഉണ്ടായേ? നിങ്ങൾ ഈ പയ്യന്റെ മുന്നിൽ തോറ്റ് പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് മുൻ കേരള ക്യാപ്റ്റന്മാരൊക്കെ. ശശിയെ ലജ്ജാവഹം. എന്താ റോഹൻ? സ്റ്റുഡിയോയിൽ വീണ്ടും ഇന്ന് കയറി വന്നിരിക്കുന്നു. പോയില്ലല്ലേ? പോയില്ല, ഞാൻ കളി പഠിച്ചിട്ട് തന്നെ വന്ന കളിക്കുന്ന ഈ പരിപാടി പക്ഷേ നടക്കത്തില്ല. കളിക്കണം ഇപ്പം വിട്ടേക്ക്, വളരെ അതുകൊണ്ട് മാത്രം ഇന്നത്തേക്കൊന്ന് വിട്ടേക്ക്. അപ്പൊ ഇന്നലെ ശരിക്കും അറിയാണ്ട് കൊണ്ടതാന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു ദിവസം അറിയാലോ, അറിയാം, എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടെന്നാണ് അജിൻ പറയുന്നത്. എല്ലാ ദിവസവും എനിക്കുണ്ട്. എന്തായാലും അജിനെ വിടുന്നില്ല, കളികൾ നമുക്ക് കാണാനുണ്ടല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരിക്കുക. നമുക്ക് പക്ഷേ പോകാൻ സമയമായിരിക്കുകയാണ് ആവേശകരമായ ഒരു മത്സരത്തിന്റെ വിശേഷത്തിലേക്ക്. CSK വേഴ്സസ് DC മത്സരത്തിന്റെ വിശേഷത്തിലേക്ക് വരും. കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് CSK ആണ്. അവിടെയാണെങ്കിൽ കൂറ്റനടിക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല. ബോളെങ്ങാനും ബാറ്റിന്റെ പ്രദേശത്ത് വന്നിട്ടുണ്ടെങ്കിൽ രച്ചിൻ രവീന്ദ്രയും ശിവൻ ദൂബയും അടിച്ച് തകർക്കുക അല്ലേ? രണ്ടുപേരും, രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ്, ഒരാൾ ടോപ്പ് ഓർഡറിലും ഒരാൾ മിഡിൽ ഓർഡറിലും. ഇതുപോലെ രണ്ട് ബാറ്റേഴ്സ് ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ധോണി പിന്നെ ആർക്കും ബാറ്റ് ചെയ്യേണ്ടി വരില്ലെന്നാണ് തോന്നുന്നത്. ആർക്കൊക്കെ ബാറ്റ് ചെയ്യേണ്ട വരുമെന്നുള്ളത് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം സ്പിന്നേഴ്സിനെതിരെ നല്ല ഒന്നാന്തരമായിട്ട് അടിക്കാൻ പറ്റുന്ന കളിക്കാരാണ് CSKയിൽ നിൽക്കുന്നത്. എന്നാൽ DCയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ എക്കോണമി സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ് DC സംബന്ധിച്ച് സമാധാനമായി തോന്നുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും കുൽദീപ് യാദവും അതുപോലെ തന്നെ അക്സർ പട്ടേലും ഈ ഒരു IPL ഒരു സ്റ്റാറ്റ്സ് നോക്കിയാൽ ഏറ്റവും മനോഹരമായ കളികളൊക്കെ കണ്ടതോടുകൂടി ആരായാലും വിചാരിച്ചു പോകുമല്ലേ റൈഫി? അതാണല്ലോ നടക്കുന്നത്. പ്രത്യേകിച്ച് അജിൻ കളിയൊക്കെ കണ്ടാണല്ലോ, ആ മിഡിൽ ഓവേഴ്സിലേക്ക് ബോളൊക്കെ അടിച്ച് എവിടെ ഇടുന്ന അജിന് അതുപോലെ അടിച്ചൊക്കെ ഇടാറുണ്ടോ? ഇടാറുണ്ട്, ഞാൻ ഇടാറുണ്ട് ബോളൊക്കെ കളിക്കുമ്പോൾ. പിന്നെ കൊള്ളാം. ഇന്നലെ ഒരു അടി കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല അടിയായി പോയി. അതെ, എനിക്ക് മനസ്സിലായത് ഇന്നലെ അജിൻ കളിച്ചത്, ആ ബോൾ അടിച്ചത് തീരെ പിടിച്ചിട്ടില്ല, രണ്ടുപേർക്കും പിടിച്ചിട്ടില്ല. അയ്യോ, അമ്മക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് കളിക്കാം, അമ്പയർ ആയിട്ട് നിൽക്കാവോ കുട്ടി? എനിക്ക് വേണ്ടി വരും. കള്ളത്തരങ്ങൾ ആരുടെയൊക്കെ സൈഡിലുള്ളതെന്ന് എനിക്ക് അറിയണം. എന്തായാലും ഇനി വീണ്ടും നമ്മൾ മറ്റൊരു കഥയിലേക്ക് പോവുകയാണ്. അതായത് ആശാനും ശിഷ്യനും നേർക്ക് നേർ വരുന്ന ഒരു ദിവസം കൂടിയാണ്. ധോണിക്ക് മുന്നിൽ പന്ത് നിൽക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു നിപ്പ് ഇനി അധികം ഉണ്ടാവുമെന്നൊന്നും നമുക്ക് അറിയാൻ മേല, അല്ലേ റോഹൻ? എനിക്കങ്ങനെ തോന്നുന്നില്ല ധോണിയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ, അല്ലെങ്കിൽ അദ്ദേഹം വന്ന് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു എനർജി അത് വേറെ തന്നെയാണ്. അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങിയ നമുക്ക് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിങ്ങിലും കൂടെ കാണാം. ഏതാണ്ട് ലാസ്റ്റ് ബോൾ 6 അടിക്കുന്ന ഒരു ധോണി നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. അജിൻ കണ്ടായിരുന്നോ? പ്രായത്തിനെ വെല്ലുന്ന ഒരു ധോണിയാണ് അവിടെ കണ്ടത്. ഈ ഇന്നലെ ബോൾ അടിക്കണതൊക്കെ ഞാൻ കണ്ടു, പക്ഷെ ഇതുപോലെ ക്യാച്ച് പിടിക്കാൻ പറ്റുമോ? ഇങ്ങനെ ആ ചാടിയ പോലെ ചാടിയിട്ടൊരു ബോൾ പിടിക്കാൻ പറ്റുമോ പുറകിൽ നിന്നിട്ട്? ഇതിന്റെ പുറകിൽ നിൽക്കുന്ന വിക്കറ്റ് കീപ്പർ ആണെന്നുള്ള അറിയോ? പുറകിൽ നിൽക്കുന്ന ഒരു വിക്കറ്റ് കീപ്പർ ആണെന്നുള്ള പേര് അറിയോ? അതാണ് ധോണി ചെയ്യുന്നത്. അതെങ്കിലും അറിയോ? വലിയ RCB ഫാൻ എന്നൊക്കെ പറയുന്നു. അത് ഇന്നലത്തെ വിഷമോ, സാരമില്ല, അത് ശരിയായിക്കോളും. അതുപോലെ തന്നെ റൈഫി ഇന്ന് ഹെൽമെറ്റ് വെക്കാതെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രശ്നക്കാരാണ്, വേണ്ട, ഞാൻ എൻ്റെ റോൾ ഏറ്റെടുക്കുകയാണ്. ഇനി റോഹൻ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഡൽഹിക്കാരൻ ഋഷഭ് പന്തിന് ഏറ്റവും ഇഷ്ടമുള്ള, ഒരുപക്ഷെ കളിക്കാൻ ഇഷ്ടമുള്ള ഒരു ടീമല്ലേ അപ്പുറത്ത് CSK ആണോ? നല്ലൊരു സ്കോർ അല്ലേ അവർക്കെതിരെ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റും അല്ലെങ്കിൽ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ CSKക്കെതിരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു CSKക്കെതിരായിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നമുക്ക് ഈ ഒരു
കൊല്ലം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും അദ്ദേഹം ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വരുന്നു. അപ്പോൾ അതിനുശേഷം ആ ഒരു കഴിഞ്ഞ മാച്ച് നോക്കിയാലും വലിയ സ്ട്രൈക്ക് റേറ്റിലുണ്ടെങ്കിൽ കൂടി അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം റണ്ണെടുക്കുന്ന രീതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഇന്നിങ്സ് ഉടനെ തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറ്റവും ആരാധിക്കുന്ന ഒരു വ്യക്തി വിക്കറ്റിന് പിറകിലുണ്ട്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം അല്പം കൂടി ഒരു മോട്ടിവേഷൻ കൂടിയിരിക്കും MS ധോണി എന്നൊരു വ്യക്തി പിറകിൽ നിൽക്കും. MS ധോണി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സിയാജിൻ, ഇവിടെ സാധാരണ CSK ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഫാൻസ് അവരെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് ധോണിയെക്കുറിച്ച്. ഒരു RCB ഫാനിൻ്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എന്ത് പറയാം? ഞാൻ RCB ഫാനാണെന്ന് എങ്ങനെ അറിഞ്ഞു? നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് RCB ഫാൻ്റെ ധോണിയെ കുറിച്ച് പറയണം. മൊത്തം അങ്ങ് പറഞ്ഞോ. പറയണോ? ധോണി അതായത് RCB ഫാൻ ആണെങ്കിൽ എനിക്ക് ധോണി ഭയങ്കര ഇഷ്ടമാണ്. ധോണി ഇഷ്ടപ്പെടാത്ത ആരുണ്ട്? അതായത് ക്രിക്കറ്റ് കളി കാണുന്ന എല്ലാവരും അതുകൊണ്ട് വിട്ടിരിക്കണം. അവനെ നമ്മളെ ടീമിലെടുത്തേക്ക് കൊണ്ട് വിട്ടിരിക്കുന്നു. ആ ടീമിലെടുത്തേക്ക് വെൽഡൺ കൈ കൊടുത്ത് നമ്മളെ ടീമിലെടുത്തിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മളൊരു ടീം കഴിഞ്ഞ അവിടെ തീർന്നു. വെൽഡൺ ഇതായിരുന്നു ഇന്നലെ നമുക്ക് വേണ്ടത്, പക്ഷെ ഇന്നലെ അത് ചെയ്തില്ല. എന്തായാലും അജിനെ തൽക്കാലം ഒരു ബ്രേക്കിലേക്ക് നമ്മൾ കടത്തി വിടുകയാണ്. കാരണം ഇനി എല്ലാ കണ്ണുകളും പോകാൻ പോകുന്നത് അടുത്ത കളിയിലേക്കാണ്. അതായത് GT വേഴ്സസ് SRH കാണാനായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇവിടെ ജിയോ സിനിമയിൽ മാത്രം സ്വർണം കിട്ടാനുള്ള ഒരു അവസരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ജീതോ ധൻ ധനാധൻ ബൈ മൈ 11 സർക്കിൾ. ആട്ട് കൊടുത്തപ്പോൾ പ്രത്യേകിച്ച് തുടക്കം ബോളേഴ്സ് കംപ്ലീറ്റ്ലി അവരുടെ ആ ഒരു കൺട്രോൾ പോയി എന്ന് വേണം പറയാം. സച്ചിൻ രവീന്ദ്ര ഇറങ്ങിയ ആ അടി തുടങ്ങിയ സമയത്ത്. പക്ഷേ അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും വളരെ കെയർഫുൾ ആയിരിക്കും. ബോളേഴ്സും അതിന് വേണ്ടി ഉമർ ഷാ ആണെങ്കിലും ഉമേഷ് യാദവ് ഒക്കെ റെഡി ആയിരിക്കും. റഷീദ് ഖാൻ ആണെങ്കിലും അന്ന് വലിയ ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല അറിയണു. അപ്പോൾ ഇത്തവണ പവർ പ്ലേയിൽ 2 ടീമും പവർ പ്ലേയിൽ ഡോമിനേറ്റ് ചെയ്യാനായിരിക്കും വരുന്ന. ബോളിംഗ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു GT. 200 ഒരു ടീം അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹൈദരാബാദിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് SRH കഴിഞ്ഞ കളി കളിച്ചല്ലേ? തീർച്ചയായും രേണു, ഏതാണ്ട് 277 റൺ. അടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അടിയോടടി എന്ന് തന്നെ പറയണം. ഏതാണ്ട് ആ വിക്കറ്റിൽ 500ഓളം കൊടുത്ത്, പ്രത്യേകിച്ച് 10 ഓവറിൽ 148 രണ്ടെന്നൊക്കെ പറയുമ്പം T10 പോലും ചിലപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അടിക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. SRHന്റെ സ്റ്റാർട്ടിനെ കുറിച്ച് ഇപ്പോൾ റൈഫ് പറഞ്ഞില്ലേ, അത് തന്നെയാണ് തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ സീസൺ നൽകുന്നത്. കാരണം ട്രാവിസ് ഹെഡിനെയൊക്കെ പോലെ ഇതുപോലെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് സച്ചിൻ രവീന്ദ്രയൊക്കെ പോലെ പ്രതീക്ഷിക്കാം. പക്ഷെ അവിടം കൊണ്ട് തീർന്നില്ല. ക്ലാസ് അടിയോട് അടിയല്ലായിരുന്നു. തീർച്ചയായും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേരത്തെ സൂചിച്ച ആ ഒരു ധൈര്യം. വിക്കറ്റിനൊന്നും വലിയ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. ബോൾ 1 തൊട്ട് അദ്ദേഹം 89-90 മീറ്റർ അദ്ദേഹം ആവറേജ് 6 അടിക്കുന്നു. റൈഫ്, എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ സഞ്ജുവിൻ്റെ RR ടീമിൽ റിയാൻ പരാഗ് ഒരു രക്ഷയില്ലാത്ത അടിയാണ് റിയാൻ പരാഗ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ പറഞ്ഞ് തീരാൻ പറ്റത്തില്ലാത്തത്ര പേരുകളാണ്. മാർക്കറത്തിന്റെ കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ ചോദിക്കണ്ടേ രോഹൻ? ഏറെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങും. കാരണം ആ ഒരു ടെമ്പോ അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റം അദ്ദേഹം കളയുന്നില്ല. ആ ഒരു തുടങ്ങി വയ്ക്കുന്ന എന്ത് ഫ്രീ ആയിട്ടാണ് അദ്ദേഹം ആ ഒരു കൈ വീശിയുള്ള ആടി. ഏറെ ഇഷ്ടപ്പെടുന്നു മാർക്കണം. ഒരുപക്ഷെ SRHൻ്റെ സ്ട്രെങ്ത്തും അത് തന്നെയാണ് ആ കരുത്തുറ്റ ആ ബാറ്റേഴ്സ്, പ്രത്യേകിച്ചും ഹെൻറി ക്ലാസിനെ പോലുള്ളൊരു മാർക്രാമിനെ പോലുള്ളവർ. SRHന്റെ കാര്യത്തിനെ കൊണ്ട് വാക്കുകൾ പറഞ്ഞ് വർണ്ണിക്കാനായിട്ട് നമുക്കാവുമോ? അതിനെല്ലാം തുടക്കം കുറിച്ച് ഒരാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ആ OC ലോകകപ്പിൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ ട്രാവിസ് ഹെഡ്. SRH ഹെഡിനെ ഹെഡായിട്ട് തന്നെ ഇറക്കി. ഞാൻ പറയും, കഴിഞ്ഞ ദിവസത്തെ മത്സരമില്ലേ, ഒരു റിലേ പോലെയായിരുന്നു. ആദ്യം അങ്ങോട്ട് തുടങ്ങി കൊടുത്തു ഹെഡ് അല്ലേ? തീർച്ചയായും എനിക്ക് ഏറെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സിക്സുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തെ ഇന്നിങ്സുകൾ എത്തിച്ചത്. കൂടാതെ ഒരു കാര്യം കൂടെ പറയുന്നു, വന്ന അഭിഷേക് ശർമ്മയോട് അദ്ദേഹം പറയുന്നു ബോൾ 1 തൊട്ട് തൻ്റെ ഇൻറ്റൻറ്റ് കാണിക്കുക, പൊട്ടിച്ച് തുടങ്ങുക. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ശുഭ്മൻ ഗിൽ ഇതുപോലൊരു തുടക്കം എന്ന് ആഗ്രഹിക്കും. കാരണം കഴിഞ്ഞ തവണ സെഞ്ചുറി നേടിയിടാൻ SRHനെതിരെ തിരിച്ചു വരാനാകുമോ ശുഭ്മൻ ഗില്ലിന്? ഒരു സംശയമില്ല. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അകത്തേക്ക് ഷേപ്പ് ചെയ്ത് ബാറ്റ് ആൻഡ് പാഡിന് തീർച്ചയായിട്ടും കരുതുന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് ഗിൽ കരുതിയിരിക്കേണ്ടിയിരിക്കും. ഇതുപോലെ അന്ന് പ്രകടനം നടത്തിയ ഒരാളുണ്ട്, ചുമ്മാ തീ, സായി സുദർശൻ. ഉറപ്പായിട്ടും തീർച്ചയായും അദ്ദേഹം ടെക്നിക്കലി വളരെ സൗണ്ടായ ഒരു ബാറ്റർ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തില്ല, കാരണം തീ അത് മാത്രമാണ് ഇന്നത്തെ കളികളിൽ കാണാനായിട്ട് പോകുന്നത്. CSK ആയിരിക്കുമോ ജയിക്കുന്നത്? GTക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? SRH വീണ്ടും പ്രകടനം ആവർത്തിക്കുമോ? DC എന്ത് ചെയ്യും?